കഴിഞ്ഞ 10 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ് അവണൂർ. വികസന തുടർച്ചയ്ക്ക് വോട്ടർമാർ ഒപ്പമുണ്ടാകുമെന്ന് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ പാഴാക്കി കളഞ്ഞ ഭരണകാലയളവിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെയും തൃശൂർ മെഡിക്കൽ കോളേജിന്റെയും മേൽവിലാസം പേറുന്ന പഞ്ചായത്താണ് അവണൂർ. എങ്കിലും പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാർഷിക മേഖലയായി തുടരുന്നു. ഇരു മുന്നണികൾക്കും സ്വാധീനമുള്ള പഞ്ചായത്തിൽ 2020 LDFന് തുടർഭരണം ലഭിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 15 വാർഡുകളിൽ LDF 10 ഇടത്ത് വിജയം നേടി. UDFന് 4 സീറ്റുകളാണ് ലഭിച്ചത്. ഒരു സ്വതന്ത്രനും ജയിച്ചു കയറി. CPMലെ തങ്കമണി ശങ്കുണ്ണി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പദ്ധതി നിർവഹണത്തിലും ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലും അവണൂർ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതായി LDF ഭരണ നേതൃത്വം പറയുന്നു. ഫണ്ട് ചെലവഴിക്കുന്നത് നമുക്കറിയാം. അവണൂർ ഗ്രാമപഞ്ചായത്താണ് ആദ്യം 2021-22 വർഷം കേരളത്തിലെ മികച്ച പഞ്ചായത്തായി 4ാം സ്ഥാനത്ത് തെരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ പോയിട്ട് അവാർഡ് വാങ്ങിയ പ്രസിഡന്റും കൂടിയാണ് തങ്കമണി ശങ്കുണ്ണി. നമുക്ക് എല്ലാ ഫണ്ടുകളും 100% വിനിയോഗിക്കാൻ പറ്റിയ ഒരു പഞ്ചായത്തും കൂടിയാണ്. അതുപോലെ തന്നെ പദ്ധതി വിധം ചെലവഴിച്ചാൽ ഈ വർഷം നമുക്ക് 4ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷം. 52ഓളം പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ പഞ്ചായത്തിൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക്, അവണൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസനത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കേണ്ട ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമാണ് കഴിഞ്ഞ 2 ടൈമിലായിട്ട് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച മുന്നേറ്റമെന്നാണ് അവകാശവാദം. 1,43 ലക്ഷം രൂപ ചെലവിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചു. വരടിയം UP സ്കൂളിൽ രാജ്യാന്തര നിലവാരമുള്ള പ്രൈമറി വിഭാഗം ആരംഭിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും പ്രത്യേകം ശ്രദ്ധയൂന്നി. 22 കുടിവെള്ള പദ്ധതികൾ തുടങ്ങി. കാർഷിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകി. ഇങ്ങനെ നീളുന്നു നേട്ടപ്പട്ടിക. കാർഷിക മേഖല സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്. പന്നിശല്യം അതിരൂക്ഷമായി വരുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ്. എന്നാലും കുറേയൊക്കെ അതിനെ നടപടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും കൃഷി പൂർണ്ണമായും എല്ലാവരും ഇപ്പോൾ സഹകരിച്ചു പോകുന്നുണ്ട്. കൃഷിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് നിലയിൽ ഡ്രോൺ ഉപയോഗിച്ച് തന്നെ മരുന്ന് തെളിയിക്കാനുള്ള സംവിധാനം അടക്കം നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഭരണം നിയന്ത്രിച്ചത് ഉദ്യോഗസ്ഥരെന്നാണ് UDF കുറ്റപ്പെടുത്തൽ. കാർഷിക മേഖലയായ പഞ്ചായത്തിൽ കർഷകർ കാട്ടുപന്നി ശല്യം മൂലം വലയുമ്പോൾ ഭരണസമിതി നോക്കുകുത്തിയായി നിന്നുവെന്നാണ് മറ്റൊരു വിമർശനം. 1,80 ലക്ഷം രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞ വലിയതോട് വികസനം കടലാസിലൊതുങ്ങി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഭരണം പരാജയമായെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ പഞ്ചായത്ത് 2 ഭരണസമിതികളുടെ കാലത്ത് എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒരു പദ്ധതി അവർക്ക് നടപ്പാക്കിയാതെ പറയാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. പുനർവിഭജനത്തിന് ശേഷം ഒരു വാർഡ് കൂടി അവണൂരിൽ 16 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. തിരിച്ചുവരവിനായി UDFും ഭരണം നിലനിർത്താൻ LDFും സർവ്വശക്തിയും സംഭരിച്ചാണ് കളത്തിലിറങ്ങുന്നത്. പഞ്ചായത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലനിർത്താനും പിടിച്ചടക്കാനുമുള്ള പോരാട്ടമാണ് അവണൂരിൽ നടക്കുന്നത്. രാഷ്ട്രീയ വരകളിൽ ആരുടെ ചിത്രം തെളിയുമെന്ന് കാത്തിരുന്നു കാണാം.